എന്നോട് ഒരിക്കലും ഒരു കുട്ടി ചോദിച്ചിരുന്നു, അവർക്ക് ഒരുപാട് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്, വൈവാഹിക ജീവിതത്തിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ കുട്ടീനോട് ചോദിച്ചു, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ അത്രയും നേരം പറഞ്ഞ അവളുടെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഉത്തരം. എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സമാധാനത്തിൽ ജീവിക്കാൻ പരസ്പരം സഹായിക്കുന്നതിൻ്റെ പേരാണ്. അത്രയുള്ളൂ. കുറച്ചുകൂടെ സമാധാനത്തിൽ ജീവിക്കാൻ പരസ്പരം സഹായിക്കുന്നതിൻ്റെ പേരാണത്. നമ്മുടെ സ്നേഹം കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, അയാൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ അതിന് സ്നേഹം എന്ന് വിളിക്കരുത്, അതിന് പ്രണയം എന്ന് വിളിച്ചോ. സ്നേഹം എന്ന് വിളിക്കാൻ പറ്റില്ല. പെട്രോൾ ഒഴിച്ച് പ്രണയിച്ച പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊളുത്തുന്ന അവനെക്കുറിച്ച് പത്രങ്ങളിൽ എഴുതാറുണ്ട്, ഇവർ നേരത്തെ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയും. ഒരു സുഹൃത്ത് അങ്ങനെ ചെയ്യില്ല. ഒരു സുഹൃത്തായ ആൺകുട്ടിയും സുഹൃത്തായ പെൺകുട്ടിയുടെ മേലിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് കാലം വരെ തീ കൊളുത്തി കൊന്നിട്ടുണ്ടാവില്ല. നിങ്ങളതിന് പ്രണയം എന്ന് വിളിച്ചോളൂ. സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്യില്ല. മിന്നൽ മുരളി എന്നൊരു സിനിമ ഈ അടുത്ത് റിലീസായിട്ടുണ്ട്. അതിലുള്ള ഒരു പ്രണയം വാനോളം പുകഴ്ത്തുന്നുണ്ട് ആൾക്കാർ. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ പ്രണയമാണ്. അയാൾക്കൊരു പെൺകുട്ടിയോട് പ്രണയമാണ്. ഉഷ കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ആയി. അവസാനം ഉഷ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിയിട്ട് തിരിച്ചു വന്നു. ഇയാൾക്ക് ഉഷയെ സ്വന്തമാക്കണം. അതിന് ഉഷയുടെ ആങ്ങള എതിരാണ് എന്നതുകൊണ്ട് ആങ്ങളെ ഇയാൾ കൊന്നുകളഞ്ഞു. ഉഷയുടെ മകളാണ് എതിരെങ്കിൽ ആ മകളെയും ഇയാൾ കൊല്ലും. ഉഷയാണ് എതിരെങ്കിൽ അയാൾ ഉഷയെയും കൊല്ലും. വാഴ്ത്തപ്പെടേണ്ട പ്രണയമല്ല അത്, അപകടകരമായ പ്രണയമാണ്. പ്രണയിച്ച പെൺകുട്ടിയെ തീ കൊളുത്തി കൊല്ലുന്ന ആളുകളുടെ പേഴ്സിൽ വെക്കേണ്ട ഫോട്ടോ ആണ് അയാളുടെ ഫോട്ടോ. വാഴ്ത്തപ്പെടേണ്ട ഒരു ഫോട്ടോ അല്ല, വാഴ്ത്തപ്പെടേണ്ട ഒരു പ്രണയവുമല്ല അത്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനത്തിൽ ജീവിക്കാൻ പരസ്പരം സഹായിക്കുന്ന ആളുകളുടെ കൂടിച്ചേരലിൻ്റെ പേരാണ് അത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് മനുഷ്യന്മാരില്ലേ, നമ്മുടെ വീട്ടിലാകെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അല്ലേ? ഒരു 4-5 ആൾക്കാരല്ലേ ഉള്ളൂ. പണ്ടത്തെ പോലെ ഒന്നും ആളില്ലല്ലോ, ആകെ കുറച്ച് ആളേ ഉള്ളൂ. അവർ സമാധാനമായിട്ട് ജീവിക്കട്ടെ. അവർക്ക് സമാധാനം കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾക്ക് വേണ്ട വാതിലുകൾ തുറന്നു കൊടുത്താൽ മതി. അവരായിട്ട് ജീവിക്കട്ടെ. ഒരു മനുഷ്യന് ആ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റണം. അതിലേറെ വലിയ കാര്യമുണ്ടോ? 800 കോടി മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്, അല്ലേ? ഒരൊറ്റ മനുഷ്യൻ്റെ എങ്കിലും ഉള്ളിൽ നമ്മൾ സ്നേഹത്തോടെ ഒന്ന് ഓർമ്മിക്കപ്പെട്ടാൽ മതി. അതന്നെ എന്തൊരു വലിയ കാര്യമാണ്. ഒരൊറ്റ മനുഷ്യൻ്റെ ഉള്ളിൽ. ഇപ്പം നേരത്തെ നമ്മളിവിടെ ഇരുന്നപ്പോൾ ഒരാളിങ്ങനെ വന്നിട്ട് സലാം തന്നില്ലേ? എൻ്റെ സുഹൃത്താണ്, എത്രയോ കാലമായിട്ടുള്ള എൻ്റെ സുഹൃത്ത്, എനിക്ക് ഗുരു തുല്യനായിട്ടുള്ള ആളാണ് ഹുസൈൻ സാഹിബ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, മനുഷ്യരിൽ നിന്ന് നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്ന കുറച്ച് മനുഷ്യർ, നമ്മുടെ ഒരു കുറഞ്ഞ ആയുസ്സിൽ നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്ന മനുഷ്യരുടെ മനസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടുക? ഞാനപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചാണ്, ഞാൻ മരിച്ചു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഞാൻ എങ്ങനെയാണ് ഓർമ്മിക്കപ്പെടുക? നമ്മൾ മരിച്ചു എന്നറിഞ്ഞാൽ എല്ലാവരും നല്ലതേ പറയൂ, അല്ലേ ബഷീർ? മരിച്ചു എന്നറിഞ്ഞാൽ നല്ലതേ പറയൂ. എന്തായിരിക്കും ആ പറയുന്നത്? നമ്മൾ മരിച്ചു എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട മനുഷ്യർ പറയുന്ന ആ വാക്ക് എന്തായിരിക്കും? നമ്മുടെ വീടിൻ്റെ കോലായിലും തൊടിയിലും പറമ്പിലും ഇരുന്നിട്ട് നമ്മളെക്കുറിച്ച്, ആ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ മലർന്നു കിടക്കുന്ന എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന മനുഷ്യർ, ആ വാർത്ത അറിഞ്ഞ മനുഷ്യർ പറയുന്ന, പങ്കുവെക്കുന്ന ആ ഒരു ഓർമ്മ എന്തായിരിക്കും? മീനിങ് എക്സിസ്റ്റൻസ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പടച്ചവനോട് പ്രാർത്ഥിച്ചത്, പടച്ചവനെ എന്നെക്കുറിച്ച് വരാനിരിക്കുന്ന മനുഷ്യർ നല്ലത് പറയണേ. ഭയങ്കര പ്രാർത്ഥനയാണത്. റബ്ബി ജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. എൻ്റെ കൂടെയുള്ള ആളുകൾ നല്ലത് പറയണേ എന്നല്ല, അത് നമ്മളൊക്കെ ആഗ്രഹിക്കുള്ളേ. പക്ഷേ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്, വരാനിരിക്കുന്ന മനുഷ്യർ ഇങ്ങനെ ഒരു ഇബ്രാഹിം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ എന്നെക്കുറിച്ച് പറയുന്നത് നല്ല വാക്കുകളായിരിക്കണേ. എന്നെക്കുറിച്ച് എഴുതുന്ന ചരിത്രത്തിൽ എന്നെക്കുറിച്ച് പറയുന്നത് നല്ല വാക്കുകളായിരിക്കണേ.
ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് കേട്ടോ, ചെറിയ പ്രാർത്ഥനയുള്ളത്. ഇന്ന് ഇബ്രാഹിം നബിയെ നല്ലത് മാത്രമേ ആൾക്കാർ പറയുന്നുള്ളൂ. മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല, ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ. ഇബ്നേസർ എന്നാണ് ജൂതന്മാർ പറയുക, ഏബ്രഹാം പ്രവാചകൻ എന്നാണ് ക്രിസ്ത്യാനികൾ പറയുക. ഇങ്ങനെ പോന്ന് നമ്മുടെ ഇന്ത്യയിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ പരമ്പരയിൽ പോലും ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇബ്രാഹിമ്യർ എന്ന പേരാണ് ബ്രാഹ്മ്യർ എന്ന പേരായും പിന്നീട് ബ്രാഹ്മണർ എന്ന പേരായതും എന്ന് ചരിത്രമുണ്ട്. കഅബ തവാഫ് പോലെയാണ് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുക. ഇഹ്റാമിന്റെ വസ്ത്രം കെട്ടുന്നത് പോലെയാണ് പൂണൂല് ധരിക്കുക. ഒരു പുസ്തകമുണ്ട്, ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് കൊടിഞ്ഞിയിലുള്ള ഒരു വലിയ മനുഷ്യൻ എഴുതിയ പുസ്തകമാണ്. ടി മുഹമ്മദ് എന്ന ഒരു വലിയ ചിന്തകൻ, അതിസാധാരണമായി ജീവിതം നയിച്ച അസാധാരണമായ പ്രതിഭയുള്ളൊരു മനുഷ്യൻ എഴുതിയ പുസ്തകമാണ്. അതിൽ പറയുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണ് ഇവിടെ ഉള്ളത്. അതുപോട്ടെ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടുള്ള മതങ്ങളാണ് അല്ലേ? ആ മനുഷ്യരുടെ മനസ്സിൽ ഇബ്രാഹിം നബി നല്ല ഓർമ്മയാണ്. ഇനി ആ പ്രാർത്ഥനയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. റബ്ബി ജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പഠിച്ചവനെ, വരാനിരിക്കുന്ന മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയണേ. മീനിങ് ഫുൾ എക്സിസ്റ്റൻസ്. എത്ര കാലം ജീവിച്ചു എന്നുള്ളതൊന്നും ഒരു വിഷയമേ അല്ല കേട്ടോ. ഈ നിമിഷം മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എന്ത് ബാക്കിയാക്കി എന്നുള്ളത്. ക്ലിൻ്റ് എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, 6 വയസ്സ് വരെ ജീവിച്ചു. കേട്ടിട്ടുണ്ടോ? 6 വയസ്സ് വരെ ജീവിച്ച് ആയിരക്കണക്കിന് ചിത്രങ്ങൾ വരച്ചു. 6 വയസ്സ് വരെ ജീവിച്ചത് ക്ലിൻ്റ്. 1000-ഓളം ചിത്രങ്ങൾ. തൃശ്ശൂർ പൂരം അവൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചിത്രം അവൻ വരച്ചു. അതിമനോഹരമായ ഒരു പൂരത്തിൻ്റെ ചിത്രം. അവൻ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല, പക്ഷെ അതിൻ്റെ ചിത്രം അവൻ വരച്ചു. അവൻ വരച്ച ചിത്രങ്ങൾ ഇന്നും അത്ഭുതപ്പെടുന്ന ചിത്രങ്ങളാണ്. അവനെക്കുറിച്ച് ഈ അടുത്തൊരു സിനിമയൊക്കെ ഇറങ്ങിയിരുന്നു, അവൻ്റെ ജീവചരിത്രം പറയുന്ന സിനിമ. 6 വയസ്സ് വരെ ജീവിച്ച് മതിയെ ഓർമ്മിക്കപ്പെടുന്നൊരു എക്സിസ്റ്റൻസ് ആയിട്ട് മാറി. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ജീവിച്ചത് 46 കൊല്ലമാണ്. അതിൽ തന്നെ 10 വർഷം ജയിലിലായിരുന്നു. ഈ അടുത്തല്ലേ, ഇവിടെയൊക്കെ അല്ലേ ഉണ്ടായിരുന്നു? ഇവിടെ ഒരു മുഹമ്മദ് അബ്ദുറഹിമാൻ നഗറില്ലേ? അതിവിടെ അടുത്തല്ലേ? AR നഗറില്ലേ? AR നഗർ. ആകെ ജീവിച്ചത് 46 കൊല്ലമാണ്. ചെറിയ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. എന്തായാലും അതിൽ 10 കൊല്ലത്തോളം 9 കൊല്ലമെങ്കിലും ജയിലിൽ വന്നു. ആകെ എത്ര കൊല്ലം ജീവിച്ചു? പക്ഷെ എന്തൊരു ജീവിതമായിരുന്നു അത്. CH മുഹമ്മദ് കോയ ലോകത്ത് ജീവിച്ചത് 56 വർഷമാണ് ആകെ. ഒരു മലയാളിക്ക് എത്താവുന്ന എല്ലാ ഉയരങ്ങളിൽ എത്തിയിട്ട് ആ ജീവിതം നിശ്ചലമാവുകയും ചെയ്തു. പക്ഷെ എന്തൊരു അർത്ഥവത്തായ ജീവിതമായിരുന്നു അല്ലേ? മുഖ്യമന്ത്രിയായി, ഉപമുഖ്യമന്ത്രിയായി, വിദ്യാഭ്യാസ മന്ത്രിയായി, MP ആയി, ചീഫ് എഡിറ്ററായി, പത്രപ്രവർത്തകനായി, എഴുത്തുകാരനായി, യാത്രികനായി. ഒരു മലയാളിക്ക് എത്താവുന്ന ഉയരങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുള്ള ആളാണ്. ആകെ ജീവിച്ചത് 56 കൊല്ലമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ അദ്ദേഹത്തെക്കാൾ 58 വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും, ശ്രീ ജനാബ് MK മുനീറിന്. പക്ഷേ ഇപ്പോഴും CH മുഹമ്മദ് കോയയുടെ ചിത്രങ്ങൾ കാണുമ്പോൾ, ആ വലിയ മനുഷ്യൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു വൃദ്ധൻ്റെ ചിത്രമാണ് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? അല്ലേ? അതെന്തുകൊണ്ടാണ്? ഓട്ടമായിരുന്നു. നമ്മളെ ഇപ്പം ഇങ്ങനെ ജീവിക്കുന്നതിൻ്റെ പിന്നിൽ ആ ഓട്ടമുണ്ട്. അദ്ദേഹത്തെ വൃദ്ധനാക്കിയ ഓട്ടമുണ്ട്, പാച്ചിലുണ്ട്, നിരന്തരമായ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനങ്ങളുണ്ട്. അങ്ങനെ വൃദ്ധനായതാണ്. പക്ഷേ വാർദ്ധക്യത്തിലും യുവാവായിരുന്നു. നമ്മൾ യൗവനത്തിലേ വൃദ്ധരാകുന്നു, പക്ഷേ വലിയ മനുഷ്യർ വാർദ്ധക്യത്തിലും യുവാക്കളായിരുന്നു. മീനിങ് ഫുൾ എക്സിസ്റ്റൻസ്. ജീവിക്കുക എന്നുള്ളത് എല്ലാവരും കൊണ്ടും പറ്റുന്നതാണ്, പക്ഷെ അർത്ഥവത്തായിട്ട് ജീവിക്കുക എന്നുള്ളത് ഓരോ നിമിഷവും നമ്മൾ നടത്തുന്ന ഒരു ജാഗ്രതയുടെ പേരാണ്. ഓരോ ദിവസവും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുടെ പേരാണ്. സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ തന്നെ കാരണങ്ങൾ കണ്ടുപിടിക്കണം. വേറെ ആരും കൊണ്ടുവന്ന് തരില്ല. നമ്മുടെ സന്തോഷമേ നമ്മൾ തന്നെ കണ്ടെത്തണം.